Hey guys, welcome to my channel JR Travel Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ടാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ പേയാട്, വെളപ്പിൽശാല, കുറ്റിച്ചൽ, പിന്നെ കോട്ടൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറ്റിച്ചൽ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കോട്ടൂർ പോകുന്ന വഴി വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മൊത്തവും ഇതേ കണക്ക് പൈനാപ്പിൾ കൃഷിയും റബ്ബർ തോട്ടവുമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ശരിക്കും നല്ല രസമാണ് ഇതേ കണക്ക് നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനായിട്ടും. ശരിക്കും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് കോട്ടൂർ ജംഗ്ഷനിലോട്ടാണ്. അപ്പോൾ കോട്ടൂർ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വരാനായിട്ട്. അപ്പോൾ ഇതാണ് കോട്ടൂർ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാപ്പുകാട് റൂട്ടിലൂടെയാണ് അടുത്ത് പോകുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഈ ഒരു കോട്ടൂർ ജംഗ്ഷൻ ഒരു 500 മീറ്റേഴ്സ് എത്തുമ്പോൾ പിന്നെ റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഈ കോട്ടൂർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് പോകുന്ന വഴി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുത്ത് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് പോകുന്നത്. പിന്നെ അറൗണ്ട് ഒരു 1.5 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന വഴി തന്നെ ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ബോർഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ ഒരു 2 വീക്സ് മുന്നേ വരെ ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഒന്ന് ഇവിടുത്തെ റോഡ് പണിയും പിന്നെ ഇവിടുത്തെ ആ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ്റെ റിനോവേഷന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാനിങ്ങനെ ഗൂഗിൾ റിവ്യൂസൊക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് എപ്പോഴാണ് തുറക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ ഒരു 2 ഡേയ്സ് മുന്നെയാണ് ഇത് ഓപ്പൺ ആക്കിയത്. സോ അങ്ങനെ നമ്മൾ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് കയറുകയാണ്. ആൻഡ് ഇവർക്ക് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലോക്സിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് കാണാൻ നല്ലൊരു രസമുള്ള സംഭവമാണ്. കുറച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുറേ കോട്ടേജസ് ആയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ടിലുള്ള ഒരു എൻട്രൻസ് പ്ലാസ എന്ന് പറഞ്ഞൊരു കോട്ടേജിലാണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ്സ് ക്യാഷും ആൻഡ് UPIയും നമുക്ക് യൂസ് ചെയ്ത് ടിക്കറ്റ്സ് എടുക്കാവുന്നതാണ്. ആൻഡ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹണി അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ എക്കോ ഷോപ്പ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ കാണിച്ചിട്ട് വേണം ടിക്കറ്റ്സ് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ്സ് അഡൽട്ട് പെർ ഹെഡ് വരുന്നത് 20 റുപ്പീസാണ്. ആൻഡ് ക്യാമറയ്ക്ക് പ്രത്യേകം ബാക്കിയുള്ളവരുടെ ടിക്കറ്റ് റേറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ്സൊക്കെ അവിടെ കാണിച്ചിട്ട് നമ്മൾ ഇതുവഴി കൂടെ താഴെ ഇറങ്ങി പിന്നെ റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ കോട്ടൂർ എലിഫന്റ് സാങ്ച്വറി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എക്സാക്ട്ലി കോട്ടൂരിലല്ല ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കാപ്പുകാടാണ്. ആൻഡ് ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്യുന്നത് 2006 ഇത് സ്റ്റാർട്ടാവുന്നത്. ആൻഡ് 2019 ആകുമ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ് തന്നെ ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു 105 crore ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ തന്നെ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ
വേൾഡിലെ തന്നെ ലാർജസ്റ്റ് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററായിട്ട് കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അറിയപ്പെടും. ആൻഡ് ഈ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ 176 ഹെക്ടേഴ്സാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ നിലവിൽ 16 ആനകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും 50 ആനകളെ ഫ്യൂച്ചറിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതുകൂടാതെ 80 പാപ്പാന്മാരെയും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ആനയെ കാണാൻ പോവാണ്. അപ്പോൾ ആന വന്നിട്ട് ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു ഗേറ്റിനുള്ളിൽ കൂടെ വേണം ആനയെ കാണാനായിട്ട് പോകാനായിട്ട്. സോ ഇവിടെ ഗേറ്റ് എന്തോ കാരണത്താൽ കയറ് കെട്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മേ ബി കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതോ ആ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് മരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ മരത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ആന നിൽപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ആന. സോ പേരും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയത്തില്ല, കാരണം ബോർഡും കാര്യങ്ങളൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മേ ബി കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്, എടുത്ത് മാറ്റിയതായിരിക്കും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ആനയെ കാണാനായിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണിയൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ വേറെ ലെവലിലോട്ട് തന്നെ മാറും. പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ എലിഫൻറ്റ് മ്യൂസിയം, വെറ്റിനറി ഹോസ്പിറ്റൽ, പിന്നെ കുട്ടിയാനകൾക്കും പാപ്പാന്മാർക്കും ട്രെയിനിങ് സെൻറ്റർ, റിസർച്ച് സെൻറ്റർ, പിന്നെ ടൂറിസ്റ്റുകൾക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ട് കോട്ടേജസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്നത് ആംപി തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ ആനകളുടെ ക്രിമേഷന് വേണ്ടിയിട്ടും പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പോൾ ശരി, നമ്മളിവിടുത്തെ രണ്ടാമത്തെ ആനയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആനയുടെ അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും, കാരണം ഇവിടെ അങ്ങനെ കയറൊന്നും കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ആന. അപ്പോൾ ഈ ആനയുടെ പേര് വന്നിട്ട് രാജ എന്നാണ്. അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, ആകെ അതിൻ്റെ ഫ്രണ്ടിൽ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിക്കും പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആനയാണ് കേട്ടോ, നല്ല ഐശ്വര്യമുള്ളൊരു ആനയാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ തലയിൽ മുടിയൊക്കെയുള്ള ആനകൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഡാൻസൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് എൻ്റർടൈനൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് നമുക്ക് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് നല്ല സൂപ്പർവായിട്ട് പോസൊക്കെ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആനകളെ കാണാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ആന വന്നിട്ട് ഇത് ആ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് ആനകളുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് ബാക്കിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ഈ വഴി കൂടെയാണ് നമ്മൾ ഇനി അടുത്ത ആനകളുടെ അടുത്തോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആനകളെ കാണാനായിട്ട് പറ്റും. ഓക്കെ ശരി, നമുക്ക് ഇനി അടുത്ത് പോയി നോക്കാം. അതിൻ്റെ പേരുകൾ എന്താണെന്നും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത് പോയി ചെന്ന് കാണാം. അപ്പോൾ ഇവിടെ ഒരു ആനയുണ്ട്. ആൻഡ് ആന ശരിക്കും ഇവിടുത്തെ ആനകളെല്ലാം സെൽഫ് കമ്പനി എൻജോയ് ചെയ്യുന്ന ആനകളാണ് കേട്ടോ. ഡാൻസൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ എൻ്റർടൈൻ ചെയ്ത് കുട്ടികളെയൊക്കെ എൻ്റർടൈൻ ചെയ്ത് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ആനകളുടെ ഡാൻസൊക്കെ ആയിട്ട്. അപ്പോഴും ഞാൻ ബാക്കിൽ കുട്ടികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഡാൻസ് കളിക്കുന്ന ഒരു ആനയെ ഞാൻ കാണുന്നത്. സർക്കസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഹാപ്പി ഗോ ആനകളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കണക്ക് ട്രെയിൻഡായിട്ട് എന്തെങ്കിലും കാണിക്കുന്നു എന്നല്ലാതെ ഇത്രയും ഡാൻസ് ചെയ്ത്. ആൻഡ് നമ്മൾ ആനകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ കുറച്ചുകൂടെ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ശ്രദ്ധിപ്പിക്കും. അത്രയും നല്ല രീതിയിൽ അവർ ഈ ആന പെർഫോം ചെയ്യുന്നുണ്ട്. ശരിക്കും ക്യൂട്ടായിട്ടുണ്ട് കാണാനും. എനിക്ക് ഈ ഒരു സൈഡിൽ മൊത്തവും കുഞ്ഞ് ആനകളാണ്, കുട്ടി ആനകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ഈ ഒരു തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നത്. ആൻഡ് പുറകിലും ആനകളുണ്ട്, 2 ആനകളുണ്ട്. അപ്പോൾ ആ ആനകളും വന്നിട്ട് ഫുഡ് എന്തോ കഴിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഏറ്റവും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു ആനയാണ്. അപ്പോൾ നമ്മൾ ഈ ഡാൻസിങ് കുട്ടിയാനകളോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ആനയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് അടുത്ത ആന. അപ്പോൾ ഈ ഒരു ആനയുടെ പേര് വന്നിട്ട് റാണ എന്നാണ്. ആൻഡ് ഈ ഒരു ആന
ഗുഹയ്ക്കകത്താണ് ഇരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ആനകളെ അടുത്ത് പോയി കാണുന്ന കണക്ക് ഈ ഒരു ആനയെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. നമ്മൾ അത്യാവശ്യം ഈ ഒരു ഞാൻ നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിലേ നമുക്ക് ഈ ആനയെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആനയുടെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ ഈ ആനയെ വന്നിട്ട് കാസർഗോഡ് നിന്നാണ് കൊണ്ടുവരുന്നത്. 1 വയസ്സാണ് ഈ ആനയുടെ ഏജ്. കാസർഗോഡ് അഗ്രികൾച്ചർ ഏരിയയിൽ കുരുങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്ന ഒരു ആനയാണ് റാണ എന്ന് പറയുന്ന ഈ ഒരു എലിഫൻറ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ആനകളെ കാണാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സൈഡിലെ ആനകളെയൊക്കെ കണ്ടു വന്നപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് റാണയാണ്. ഇനി നമുക്ക് ഇതുവഴി കൂടെ ഇറങ്ങി വേണം അടുത്ത ആനകളിലോട്ട് പോകാനായിട്ട്. അപ്പം ഇവിടുത്തെ ആനകളെല്ലാം ഭയങ്കര ചില്ലിങ് മൂഡാണ്. അത് പോരാന്നിട്ട് നമ്മൾ ക്യാമറ എടുക്കുകയാണെങ്കിൽ അവർ പോസ് ചെയ്ത് തരും നമുക്ക്, ഡാൻസ് ചെയ്തും അല്ലാതെ കൈയും കാലും ഒക്കെ പൊക്കി ഫുഡ് കഴിക്കുന്ന രീതിയിലൊക്കെ നല്ല പോസസ് അവർ നിന്ന് തരും നമുക്ക് വേണ്ടി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റാണയുടെ അടുത്താണ് അധികം അങ്ങനെ ജസ്റ്റ് ഈ ആനകളുടെ അടുത്ത് എത്തിയ പോലും നിൽക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇനി ഈ വഴി കൂടെ താഴെ ഇറങ്ങി ആ സൈഡിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ അവർ കെട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓപ്പൺ സ്റ്റേഡിയം പോലെയാണ്, ഇരിക്കാനൊക്കെ ആയിട്ടുള്ള പടി അങ്ങനെ എന്തോ ആണ് അവർ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പണി പൂർത്തിയായിട്ട് നമുക്ക് വന്ന് കാണാം എന്താണ് അവർ ന്യൂ ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇതുവഴി കൂടെ താഴെ ഇറങ്ങുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ പിന്നെയും 2 ആനകളെ കാണാനായിട്ട് പറ്റും. ആൻഡ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണുമ്പോൾ ഈ 2 കുഞ്ഞാനകളാണ് കേട്ടോ. ആൻഡ് 2 ആനകളും മണ്ണിൽ കളിച്ചങ്ങിരിക്കുകയാണ്. ബാക്കിയുള്ള ആനകളെയൊക്കെ കുളിപ്പിച്ച് നല്ല രീതിയിൽ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇവർ മണ്ണിൽ കളിച്ചങ്ങ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആനകളെ അടുത്തുനിന്ന് പോയി കണ്ടിട്ട് വരാം. ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവരെ കാണാനായിട്ട്. ഇങ്ങനെ മണ്ണിൽ കളിച്ച് നിൽക്കുകയാണെങ്കിലും ഡാൻസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ സെൽഫ് എൻ്റർടൈൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ആനകളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കട്ടെ, ഇവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമുക്കിനി അടുത്ത ആനകളെ കാണാനായിട്ട് പോകാം. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് 3 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റൈറ്റിലെ വഴി വന്നിട്ട് ട്രെക്കിങ്ങിനുള്ളതാണ്, ലെഫ്റ്റിൽ ബോട്ടിങ്, നേരെ കാണുന്നത് ക്യാൻറ്റീൻ്റെ വഴിയാണ്. അപ്പോൾ ഇവിടെ ട്രെക്കിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.5 കിലോമീറ്ററാണ്. ആൻഡ് ഇത് കിഴക്കുമല പാറയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കിഴക്കുമല പാറയുടെ മേളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് 10 പേർക്ക് 2600, 5 പേർക്ക് 1300. ഇപ്പോൾ 2 പേരാണെങ്കിലും അവർ കൊണ്ടുപോകും. പക്ഷേ 5 പേരുടേതാണ് അവർ മിനിമം ചാർജ് എന്ന കണക്കിലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പേരാണെങ്കിലും ഈ 5 പേരുടെ ചാർജ് കൊടുത്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗേറ്റിനകത്ത് 2 ആനകളുണ്ട്. അപ്പോൾ ഒരു കൊമ്പനാന പിന്നെ ഒരു പിടിയാനയുണ്ട്. അപ്പോൾ കൊമ്പനാനയുടെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ആൻഡ് ഏജ് വന്നിട്ട് 31 ഇയേഴ്സ്. പിടിയാനയുടെ പേര് മിന്ന എന്നാണ്, 22 വയസ്സ്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ പോയി ആനകളെ കാണാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ പുറത്ത് നിന്ന് ആനകളെ കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത് പോകുന്നത് ബോട്ടിങ്ങിനാണ്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. ശരിക്കും നല്ല രസമുണ്ട് ഈ വഴി കൂടെ നടക്കാനൊക്കെ ആയിട്ട്. നമുക്ക് വെയിലൊന്നും അടിക്കത്തില്ല, കാരണം ഇങ്ങനെ സൈഡിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തണലത്ത് തന്നെ നടക്കാം. ആൻഡ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് വാഷ്റൂമാണ്. ആൻഡ് അതിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ബിൽഡിങ്സ് ആണ്. എനിക്കൊന്ന് കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ടൂറിസ്റ്റ് സ്റ്റേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർച്ച് സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാവിയിലാവാം, അറിയത്തില്ല. അപ്പോൾ നമുക്കിനി ബോട്ടിങ്ങിന് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഓപ്പൺ. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 9 മണി അടുപ്പിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിത്തിരി ലേറ്റായിട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ആനയെ കുളിപ്പിക്കുന്നതൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ആനയെ കുളിപ്പിക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ഇത് വന്നിട്ട് നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗവും കൂടെയാണ്. അപ്പോൾ ഈ ഒരു പുഴയിലായിരിക്കും ആനയെ കുളിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെയാണ് ബോട്ടിംഗ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതോ അവിടെയായിട്ടാണ് ബോട്ടിങ്ങിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും ഒക്കെ വരുന്നത്. ആൻഡ് ആനയെ കുളിപ്പിക്കുന്ന ടൈം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. 9 മണിയൊക്കെയാണ് ആനയെ കുളിപ്പിക്കുന്നത്. അപ്പോൾ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 മണിയൊക്കെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് ജസ്റ്റ് ഒന്ന് ആനയെ ഒന്ന് കണ്ടിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന ബോർഡ്. അപ്പോൾ എത്ര ടൈപ്പ് ബോട്ട്സ് ഉണ്ടെന്നും എത്ര മിനിറ്റ്സ് യൂസ് ചെയ്യാമെന്നുള്ളതും എത്ര പേർക്ക് യൂസ് ചെയ്യാം ആൻഡ് അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോർഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴെയുള്ള വഴി കൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിനോട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ബോട്ട്സ് ഒക്കെ കിടക്കുന്നത് കാണാം. ആൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ റെയിൽ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ബോട്ടിങ്ങിനൊക്കെ പോകാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഈ ഒരു അടിപൊളി സീനറിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ തന്നെ നിൽക്കാം. ആൻഡ് ബോട്ടിംഗ് ഒക്കെ പോകുന്നതും കണ്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ആൻഡ് അതിനുശേഷം ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ ശരിക്കും നല്ലൊരു അടിപൊളി സീനറിയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത് വന്നിട്ട് നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ബോട്ടിംഗ് സർവീസസ് വന്നിട്ട് നമുക്കിവിടെ ചങ്ങാടം ഉണ്ട്, പിന്നെ കുട്ടവഞ്ചിയുണ്ട് ആൻഡ് പെഡൽ ബോട്ടും ഉണ്ട്. അപ്പോൾ പെഡൽ ബോട്ട് വന്നിട്ട് 2, 4, 6 അങ്ങനെ യൂസ് ചെയ്യാനായിട്ടുള്ള പെഡൽ ബോട്ട്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിന്ന് എന്തായാലും പെഡൽ ബോട്ടിലാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം എനിക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനുമായിട്ട് പറ്റുമല്ലോ. പെഡൽ ബോട്ടിലാണെങ്കിൽ പതുക്കെ പോയി വരാം. ആൻഡ് നമുക്കിനി പെഡൽ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് ബോട്ടിങ്ങിനായിട്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവർ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് ഇട്ടിട്ട് വേണം നമ്മൾ ബോട്ടിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കണം ഈ പെഡൽ ബോട്ടിൽ. ഈ 30 മിനിറ്റ് അവിടെ വരെ നമുക്ക് കറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ, അങ്ങോട്ട് ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് നമ്മൾ 30 മിനിറ്റിൻ്റെ ഒരു പെഡൽ ബോട്ടാണ് എടുത്തത്. അപ്പോൾ 100 രൂപയാണ് നമുക്ക് 2 പേർക്കും ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പെഡൽ ബോട്ട് എൻജോയ് ചെയ്യാം കുറച്ച് നേരം. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിങ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല അധ്വാനമായിരുന്നു പെഡൽ ബോട്ടിങ്ങിന്. അപ്പോൾ 30 മിനിറ്റ്സ് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മളിനി അടുത്ത അങ്ങോട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു 30 മിനിറ്റ്സ് പെഡൽ ബോട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ക്യാൻറ്റീൻ ആ ബോർഡ് കണ്ട ആ സൈഡിലോട്ടാണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പം നമ്മൾ പിന്നും ഹരികൃഷ്ണനും പിന്നെയും കിടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം ഇനി ആ ക്യാൻറ്റീൻ എഴുതിയിരിക്കുന്ന ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ടേൺ എടുത്ത് അങ്ങോട്ടുള്ള ആനകളെയൊക്കെ കാണാൻ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആനകളെ കാണാനായിട്ടുണ്ടെന്നപ്പോൾ നമ്മൾ എല്ലാ ആനകളെയും കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ക്യാൻറ്റീനിലോട്ടാണ്. അപ്പോൾ അവിടെ ഇനി എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം.
ആൻഡ് നമ്മൾ ക്യാൻറ്റീനിൽ പോകുന്ന ആ വഴി തന്നെ ഇവിടെ വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി വാർഡൻ്റെ ഓഫീസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ഒരു ക്യാൻറ്റീനും വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് എന്തൊക്കെയാണ് അവിടെ കഴിക്കാനും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ക്യാൻറ്റീന്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെയാണ് ഞാൻ വന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ആകെ ഐസ്ക്രീംസ് മാത്രമേ ഉള്ളൂ, പിന്നെ കോഫി ചായ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഇവിടുത്തെ സ്റ്റാഫ്സുകൾ ഇവിടെ ഊണുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം മാത്രമേ ഇവിടെ നിന്ന് കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആൻഡ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കാൻ നല്ലൊരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് തന്നെയായിരുന്നു. ആൻഡ് സ്റ്റിൽ ഇവിടേക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് ഇനി നടക്കാനുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ വരുമ്പോൾ ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വർക്കൊക്കെ കഴിഞ്ഞൊരു കിഡു സെറ്റപ്പ് ആക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഇത്രയേ ഉള്ളൂ കാണാനായിട്ട്. അവിടെയാണ് എൻഡിങ് വരുന്നത്. അപ്പോൾ ക്യാൻറ്റീനിൽ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ നമുക്ക് എൻഡിങ്ങിലോട്ട് വരാവുന്നതാണ്, തിരിച്ച് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലിങ്ങനെ ഒരു ലെറ്റേഴ്സൊക്കെ വെച്ച് എഴുതിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആനകളെയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ കണ്ട ആ ഒരു എൻട്രൻസ് പ്ലാസയാണിത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ KSRTCയുടെ ബസ് സർവീസസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വരെ തന്നെ ബസ് വരികയും ചെയ്യും. സോ ട്രാവലിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും തന്നെയില്ല. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. പാർക്കിങ്ങിന് തന്നെ ഭയങ്കര സ്ഥലമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഫ്രണ്ട് പിന്നെ അങ്ങോട്ട് ചെറിയ ഗാർഡനിങ് പോലെയൊക്കെ ചെയ്ത് പിന്നെ ബ്ലോക്സിലൊക്കെ എഴുതി അങ്ങനെ ശരിക്കും ഫ്രണ്ടൊക്കെ നല്ലതാക്കിയിട്ടുണ്ട്. ആൻഡ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടീ കോർണറുണ്ട്. അപ്പോൾ ക്യാൻറ്റീൻ കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തുള്ള ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഒരുപാട് കടകൾ വരുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ക്യാൻറ്റീനും ഈ ഒരു കട മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഞാൻ നേരത്തെ കണ്ട എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ബ്ലോക്സിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തൂടെ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ആ ബ്ലോഗ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നമുക്ക് കാണാനുള്ളത്. സോ ഒരു അടിപൊളി സ്പോട്ടാണ്. നമുക്കിങ്ങനെ ആനയെ അടുത്തിരുന്ന് കാണാനായിട്ടും പറ്റും. പിന്നെ ഒരു 9 മണി ടൈമിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോട്ടിംഗ് തന്നെയാണ്. അപ്പോൾ അവിടെ പെഡൽ ബോട്ട്, പിന്നെ ചങ്ങാടം, അങ്ങനത്തെ ഒരുപാട് ബോട്ടിംഗ് സർവീസസ് ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കാണാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.